പണ്ട് സി ഡി കാസറ്റ് കാലഘട്ടങ്ങളിൽ നമ്മൾ വീട്ടിൽ വാടകയ്ക്കെടുത്ത് ഫാമിലി ആയിരുന്നു സിനിമ കാണാറുണ്ട്. ചിലപ്പോൾ അതിൽ ഫാമിലിക്ക് പറ്റാത്ത പല സീനുകളും ഉണ്ടാവാം. അതുകൊണ്ട് വീട്ടുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വന്നിട്ടുമുണ്ടാവും. ഈ സംഭവം കൂടുതൽ നടക്കാൻ സാധ്യത ഇംഗ്ലീഷ് സിനിമ കാണുമ്പോഴാണ്. കാരണം ഇംഗ്ലീഷ് സിനിമകൾ എപ്പോഴാണ് ന്യൂഡ് അല്ലെങ്കിൽ സെക്സ് സീൻസ് വരികയെന്ന് പറയാൻ പറ്റില്ല. ഇത് കാരണം ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ ഫാമിലിയായി കാണാൻ മടിക്കും. പോരാത്തതിന് സ്ത്രീകൾ പലരും സ്വന്തമായി ഡൗൺലോഡ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇത്തരം സീനുകൾ ഉണ്ടാകുമോ എന്ന് കരുതി ചിലപ്പോൾ കാണാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചേക്കും. പണ്ട് സിനിമ കാണുന്നതിന് മുമ്പ് അതിൽ നമുക്ക് പറ്റാത്ത അല്ലെങ്കിൽ ഫാമിലിക്ക് അനുയോജ്യമല്ലാത്ത സീനുകൾ ഉണ്ടോ എന്നറിയാൻ വഴിയില്ലായിരുന്നു. എന്നാൽ ഇന്നതുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. IMDb അഥവാ ഇൻ്റർനെറ്റ് മൂവി ഡാറ്റാബേസ്. ഈ സൈറ്റിനെ കുറിച്ച് മിക്കവാറും കേട്ടിട്ടുണ്ടാകുമല്ലോ. സിനിമകളുടെയും സീരീസുകളുടെയും ഡാറ്റാബേസ് ആണത്. ഈ വെബ്സൈറ്റിൽ എല്ലാ സിനിമകളുടെയും പേജ് ഉണ്ടാവും. കൊറിയൻ പോലെ മറ്റു ഭാഷകളിലേത് ചിലപ്പോൾ പറയാൻ പോകുന്ന ഫീച്ചർ ഉണ്ടാകണമെന്നില്ല. ഒരു സിനിമയുടെ അല്ലെങ്കിൽ സീരീസിൻ്റെ പേജ് എടുത്താൽ അതിൽ റിവ്യൂസ് ആൻഡ് കമൻട്രി എന്ന സെക്ഷനിൽ പാരൻസ് ഗൈഡ് എന്ന ഓപ്ഷൻ കാണാം. അത് പാരൻസിന് വേണ്ടിയുള്ളതാണ്. കുട്ടികൾ സിനിമ കാണുന്നതിന് മുമ്പ് അവർക്ക് അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ. ഇന്ത്യയിൽ നമുക്കിതിനെ നേരെ തിരിച്ചു ഉപയോഗിക്കാം. പാരൻസ് ഈ സിനിമ കണ്ടാൽ കുഴപ്പമുണ്ടോ എന്നറിയാൻ കുട്ടികൾക്ക് നോക്കാനുള്ള ഒരു ഫീച്ചർ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈ സിനിമയുടെ കുറച്ച് കോണ്ടന്റ് ഡീറ്റെയിൽസ് കാണാം. അതായത് ഇവ കാണാം. ഒന്നാമത്തെ ഓപ്ഷൻ സെക്സ് ആൻഡ് ന്യൂഡിറ്റി. സിനിമയിൽ എത്ര സെക്സ് സീൻസ് അല്ലെങ്കിൽ നഗ്നത സീനുകൾ ഉണ്ട്, എത്രമാത്രം അവ എക്സ്പോസ് ചെയ്യുന്നു തുടങ്ങി സീനുകളുടെ ലെങ്ത് വരെ ഇതിലുണ്ടാവും. ചിലപ്പോൾ ഫ്രണ്ടൽ ന്യൂഡിറ്റി, ചിലപ്പോൾ ബാക്ക് ന്യൂഡിറ്റി എന്നിങ്ങനെ തരം തിരിച്ചും ഉണ്ടാവും. അടുത്ത ഓപ്ഷനാണ് വയലൻസ് ആൻഡ് ഗോർ. പേര് പോലെ തന്നെ സിനിമയിലെ വയലൻസ് അഥവാ ചോരക്കളികളുടെ എണ്ണം ഇതിൽ കാണാം. ചിലർക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീനൊന്നും ഒരു പ്രശ്നം കാണില്ല. പക്ഷേ ചോര കാണാൻ തീരെ ഇഷ്ടമല്ലായിരിക്കും. ചില രംഗങ്ങൾ കുട്ടികൾക്കും ചിലപ്പോൾ ചില മുതിർന്നവർക്കും അനുയോജ്യമാകണമെന്നില്ല. ഇന്ത്യയിൽ തന്നെ വയലൻസ് അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരം ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അടുത്തത് പ്രൊഫാനിറ്റി. ഇത് സിനിമയിലെ സംഭാഷണങ്ങളെക്കുറിച്ചാണ്. അശ്ലീല പദങ്ങളുടെ എണ്ണം ഇതിലുണ്ടാവും. അമേരിക്കയിലൊക്കെ കുട്ടികൾ സിനിമകളിൽ നിന്നും തെറി പഠിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ സിനിമകളിൽ പൊതുവെ കുറവാണ്. ഇംഗ്ലീഷ് സിനിമകൾ അല്ലെങ്കിൽ സീരീസ് ആണെങ്കിൽ F വേർഡ് എത്ര, MF വേർഡ് എത്ര, N വേർഡ് എത്ര എന്നിങ്ങനെ എണ്ണം വരെ ഉണ്ടാവും. അടുത്ത ഓപ്ഷൻ ആൽക്കഹോൾ, ഡ്രഗ്സ് ആൻഡ് സ്മോക്കിംഗ്. ഇന്ത്യയിലെ പോലെ ഓരോ സീനിലും എഴുതി ഒട്ടിക്കുന്ന ശീലം ഇംഗ്ലീഷ് സിനിമകളിലില്ല. പകരം ഇത്തരം സീനുകൾ ഉണ്ടെങ്കിൽ PG റേറ്റിംഗ് നോക്കിയാൽ അറിയാം. കുട്ടികൾ ഡ്രഗ്സ്, മദ്യപാനം, പുകവലി തുടങ്ങിയവ കാണരുത് എന്ന ആഗ്രഹമുള്ളവർ ആദ്യമേ ഇതിൽ നോക്കി ഉറപ്പുവരുത്താം. കുട്ടികൾ പല ദുശീലങ്ങളും സിനിമകളിൽ നിന്ന് പഠിക്കാറുണ്ട്. അടുത്തത് ഫ്രൈറ്റനിങ് ആൻഡ് ഇൻറ്റൻസ് സീൻസ്. വയലൻസ് അല്ലാതെ തന്നെയുള്ള ഭയപ്പെടുത്തുന്ന സീനുകളുടെ വിവരങ്ങൾ ഇതിലുണ്ടാവും. ഹൊറർ സിനിമകൾക്കാവും കൂടുതലുണ്ടാവുക. അതുപോലെയുള്ള സീനുകൾ ഉണ്ടോ എന്നറിയാൻ ഇവിടെ നോക്കുക. അടുത്തത് സർട്ടിഫിക്കേഷൻ. ഇതിൽ വിവിധ രാജ്യങ്ങളിൽ ഈ സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കാണാം. ഇന്ത്യയിൽ UA, A എന്നിങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ ഇതിനെ പ്രായം വെച്ച് കണക്കാക്കും. G, PG-13, R എന്നിങ്ങനെ. സീരീസ് ആണെങ്കിൽ TVY, TVY7, TVG, TV-14, TVPG, TVMA എന്നിങ്ങനെയും. ഇതിൽ R റേറ്റിംഗുള്ള സിനിമയും TVMA റേറ്റിംഗുള്ള സീരീസുകളിലും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമുള്ളതാണ്. ഇതിലെ എല്ലാ ഓപ്ഷനിലും അതിൻ്റെ തീവ്രത നൺ, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നിങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ എഴുതിയിട്ടുണ്ടാവും. കൂടുതലായി ഡീറ്റെയിൽസ് വായിച്ചാൽ സ്പോയിലേഴ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എല്ലാ സിനിമകളുടെയും ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല. ഇതൊക്കെ യൂസേഴ്സ് കൊടുക്കുന്ന ഡാറ്റയാണ്. എന്നാലും എനിക്കിതുവരെ തെറ്റ് പറ്റിയിട്ടില്ല. എങ്കിലും പൊതുവെയുള്ള റേറ്റിംഗ് നോക്കുന്നത് നല്ലതാണ്. PG-13, G എന്നിങ്ങനെയുള്ളവ സേഫാണ്. അതായത് G എന്നാൽ ജനറൽ ഓഡിയൻസ്, PG-13 എന്നാൽ 13 വയസ്സിന് താഴെ ഉള്ളവർക്ക് അനുയോജ്യമല്ല എന്നിങ്ങനെ. മാത്രമല്ല പേരൻസിൻ്റെ കൂടെ കാണണം. അതായത് ഇന്ത്യയിലെ UA റേറ്റിംഗ് പോലെ. ഇംഗ്ലീഷ് സിനിമകൾ അല്ലെങ്കിൽ സീരീസുകൾ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമ വീട്ടിൽ TV-യിൽ ഇടുന്നതിന് മുമ്പ് IMDb നോക്കി ഉറപ്പുവരുത്തുന്ന ഒരു ശീലമായി മാറി. അത് നിങ്ങളും ഉറപ്പുവരുത്തിയാൽ കുറേ നാണം കെടുന്ന അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാം.